സോൾവ് ദിസ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് മാത്തമാറ്റിക്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പഠിക്കാൻ ആവശ്യമുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ജോമെട്രിക്കൽ ഫീൽഡിൽ ഏരിയ കാൽക്കുലേഷനാണ്. അതിൽ 19ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ഒരു പുതിയ സെക്ഷനിലോട്ട് പ്രവേശിക്കാം. വോളിയം കാൽക്കുലേഷൻ, വ്യാപ്തം കാൽക്കുലേഷനാണ് ഇനി മുതൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയ. ഇതിൽ ഒന്നാമത്തെ പ്രോബ്ലം നമുക്ക് നോക്കാം. 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1.5 മീറ്റർ ഉയരവുമുള്ള ഒരു വാട്ടർ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നതാണ് ക്വസ്റ്റ്യൻ. ഈ വാട്ടർ ടാങ്ക് ഒരു ചതുരസ്തംഭാകൃതിയിലാണ്. ഈ ചതുരത്തിൻ്റെ നീളം 2 മീറ്റർ, വീതി നീളം L, വീതി B 1 മീറ്റർ, ഉയരം H 1.5 മീറ്റർ. ഇതിൻ്റെ വ്യാപ്തം കാണുന്ന ഫോർമുല V = L × B × H. L given 2 മീറ്റർ × B 1 മീറ്റർ × H 1.5 മീറ്റർ = 2 × 1.5 3 m³. ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്ന് കാണുമ്പോൾ ഈ മീറ്റർ ക്യൂബിഡ് cm³ മാറ്റിയിട്ട് അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം 1 ലിറ്റർ = 1000 cm³ ആണ്. അതുകൊണ്ട് 3 മീറ്റർ ക്യൂബിന് ആദ്യം cm³ കൺവേർട്ട് ചെയ്യുമ്പോൾ 1 മീറ്റർ = 100 സെൻറ്റിമീറ്റർ, 100 × 100 cm³. ഇതാണ്. ഇതിനെ ലിറ്ററിലോട്ട് മാറ്റാൻ ഇതിനെ 1000 cm³ ഡിവൈഡ് ചെയ്യേണ്ടതുണ്ട്. 1000 cm³. 30 ക്യാൻസൽ ചെയ്തു. ഇതിൻ്റെ ഈക്വൽ 3 × 1000 വരും. 3000 ലിറ്റർ. 3000 ലിറ്ററാണ് ഈ അളവിലുള്ള ഒരു വാട്ടർ ടാങ്കിൽ ഉൾക്കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ്. അടുത്തു തന്നെ വ്യാപ്തത്തിൽ നമുക്ക് ഒരു പുതിയ പ്രോബ്ലം വരാം. താങ്ക്സ് ഓൾ.